നമസ്കാരം. അമേരിക്കയുടെ അമരക്കാരനായി ഇന്ന് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരമേൽക്കുകയാണ്. ഇന്നത്തേക്ക് സാധാരണ അധികാരമാറ്റമല്ല അമേരിക്ക കാണുന്നത്. വലുതെന്തോ വരാനിരിക്കുന്നു എന്ന് തോന്നിപ്പിച്ചുകൊണ്ടാണ് ട്രംപിന്റെ രണ്ടാം വരവ്. അമേരിക്കയിലെ മാത്രമല്ല, ലോകത്താകെയുള്ള തീവ്ര വലതുപക്ഷ കക്ഷികളെ ഏകീകരിച്ചാണ് ട്രംപിന്റെ മുന്നേറ്റം കാഴ്ചവെക്കുന്നത്. ശതകോടീശ്വരന്മാർ ഇലോൺ മസ്ക് അടക്കമുള്ള ആളുകളെ ഈ മുന്നണിയുടെ ഭാഗമാക്കിയിരിക്കുന്നു. ഇന്ന് ഇന്ത്യൻ സമയം രാത്രി 10:30 ട്രംപ് അധികാരമേറ്റ ഉടനെ 100-ലധികം എക്സിക്യൂട്ടീവ് ഓർഡറുകളിലൂടെ ട്രംപ് ലോകത്തെ ഞെട്ടിക്കാനൊരുങ്ങുകയാണ്. അമേരിക്കയിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ഭാവി ഇനി തുലാസിലുമാണ്. ഇതെല്ലാം പറയുമ്പോഴും യുദ്ധങ്ങളില്ലാത്ത ലോകത്തെക്കുറിച്ച് ട്രംപ് പ്രതീക്ഷ നൽകുന്നു. ട്രംപിന്റെ രണ്ടാം വരവ് US-ലും ലോകത്താകെയും ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാകും? ഈ വിഷയം ചർച്ച ചെയ്യുകയാണ് നമ്മുടെ കൂടെ വിദേശകാര്യ വിദഗ്ധൻ TP ശ്രീനിവാസൻ, ഡോക്ടർ PJ വിൻസെന്റ്, ഒപ്പം അമേരിക്കയിൽ നിന്ന് റിപ്പബ്ലിക്കൻ അനുകൂലിയായ വിൻസെന്റ് പാലത്തിക്കലും ചേരുന്നു. ആദ്യം TP ശ്രീനിവാസനിലേക്ക്. ശ്രീനിവാസൻ, അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് വീണ്ടും അധികാരത്തിലേറുമ്പോൾ എന്താണ് ലോകം പ്രതീക്ഷിക്കുന്നത്? ചില ആളുകൾ ആശങ്കയോടുകൂടി നോക്കുന്നു, ചിലർ പ്രതീക്ഷയോടുകൂടി നോക്കിക്കാണുന്നു. താങ്കൾ എങ്ങനെയാണ് ട്രംപിന്റെ രണ്ടാം വരവ് നോക്കിക്കാണുന്നത്? ഇതൊരു അഭൂതപൂർവമായ വിജയമാണ്. അദ്ദേഹം കഴിഞ്ഞ തവണ പ്രസിഡന്റ് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ ഇലക്ഷൻ അംഗീകരിക്കാതെ ഒരു വിപ്ലവത്തിന് തയ്യാറായ ഒരു വ്യക്തിയാണ്. അതിനുശേഷം അദ്ദേഹം ഏതെങ്കിലും പൊളിറ്റിക്കൽ പൊസിഷനിൽ വരുന്നതെന്ന് ആരും വിശ്വസിച്ചിരുന്നില്ല. ആ ഒരു ആളാണ് 4 വർഷത്തിന് ശേഷം ഇപ്പോൾ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. അതും വലിയ ഭൂരിപക്ഷത്തോടുകൂടി. കോൺഗ്രസ്, സെനറ്റ്, ജുഡീഷ്യറി എല്ലാം അദ്ദേഹത്തിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇങ്ങനൊരു സംഭവം ലോക ചരിത്രത്തിൽ തന്നെ ഉണ്ടായി കാണുകയില്ല. അത് തന്നെ ഒരു അതിശയമാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി എന്ത് സംഭവിക്കുന്നുള്ളതൊന്നും അതിശയമാകാൻ പാടില്ല. കാരണം ഇത്രയും നേടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം തീർച്ചയായും ചരിത്രത്തിൽ ഒരു വലിയ വിപ്ലവം സൃഷ്ടിക്കുമെന്നുള്ളതിന് സംശയമൊന്നുമില്ല. അതിൻ്റെ സൂചനകളാണ് നമുക്കിപ്പോൾ കഴിഞ്ഞ 2 മാസമായി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആശയുമുണ്ട്, ആശങ്കയുമുണ്ട് എന്ന് പറയുന്നതായിരിക്കും ശരി. യഥാർത്ഥത്തിൽ അദ്ദേഹം വരുത്താൻ പോകുന്ന മാറ്റങ്ങൾ അദ്ദേഹം പറയുന്ന പോലെയൊക്കെ ആയിരിക്കുമോ എന്ന് നമുക്കറിയില്ല. മില്യൺസ് ഓഫ് ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുക എന്ന് ആലോചിച്ച് നോക്കൂ. എങ്ങനെയാണ് ഇത്രയും മില്യൺ ആളുകളെ ഡിപ്പോർട്ട് ചെയ്യുക? ആര് എവിടെ കൊണ്ടുപോകും? എങ്ങനെ നടക്കും? അതൊരിക്കലും നടക്കാൻ സാധ്യമല്ല എന്ന് നമുക്കറിയാം. അതുപോലെ കാനഡയെ USA ഭാഗമാക്കുകയോ അല്ലെങ്കിൽ ഗ്രീൻ ടിൽഡിനെ വാങ്ങിക്കുകയോ പാനമ കനാലിനെ പുറത്തുകൊണ്ട് തിരിച്ചെടുക്കുകയോ എന്നുള്ളതൊക്കെ ആശയങ്ങളാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അതിൻ്റെ എല്ലാത്തിലുമുള്ള ഒരു പ്രത്യേകത താങ്കൾ പറഞ്ഞതുപോലെ തന്നെ യുദ്ധം അവസാനിപ്പിക്കും, ഞാൻ യുദ്ധം ചെയ്യുന്ന പ്രസിഡൻ്റ് അല്ല എന്നുള്ളത് വലിയ ഒരു ആശ്വാസമാണ് എല്ലാവർക്കും. അത് അദ്ദേഹം തെളിയിച്ചു കഴിഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ നാളത്തേക്ക് മുമ്പ് തന്നെ, ഇന്ന് അധികാരമേൽക്കുന്നതിന് മുമ്പ് തന്നെ ഒന്നുമില്ലെങ്കിൽ പോലും ഒരു സീസ് ഫയർ, ഒരു വെടിവയ്പ് നിർത്തൽ ഗാസയിലുണ്ടായി. അത് വലിയ ആശ്വാസമല്ല ലോകത്ത് മുഴുവനും. കാരണം ഒരു കാര്യവുമില്ലാതെ അവിടെയാണ് യുദ്ധം ചെയ്യുകയും ഇവരെ പുറത്താക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തത്. ഇസ്രായേലിൻ്റെ ധാർഷ്ട്യത്തിൻ്റെയും അധികാര ആഗ്രഹത്തിൻ്റെയും ഒക്കെ കാരണമായിട്ടുണ്ട്. അതിനെ ചെറുത്ത് നിൽക്കാൻ പ്രസിഡന്റ് ബൈഡന് കഴിഞ്ഞില്ല. അതുപോലെ നേറ്റോയുടെ കാര്യത്തിലായാലും. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിയിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് വരുന്നത് യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കാനാണ് എന്ന് പറയുന്നത് ലോകത്തിന് മുഴുവനും ആശ്വാസം നൽകുന്നു. ഗാസയിൽ അത് സംഭവിച്ചത് കൊണ്ട് നമുക്ക് കൂടുതൽ ആശയമുണ്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നടത്തുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് അപ്രതീക്ഷിതമായി പലതും ഉണ്ടായേക്കാം. അതേസമയം തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സമാധാനപരമായ മാറ്റങ്ങളായിരിക്കും എന്ന് അദ്ദേഹം പറയുന്നത് തീർച്ചയായും ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ 2 തരത്തിലായി നോക്കിയാൽ, ഒരു വശത്ത് യുദ്ധം അവസാനിപ്പിക്കുമെന്നുള്ളൊരു പ്രോമിസ്, മറ്റു വശത്ത് അദ്ദേഹം വളരെ വിപ്ലവാത്മകമായ കാര്യങ്ങൾ ചെയ്ത് അമേരിക്കയ്ക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു മറ്റൊരു വ്യവസ്ഥ. അതെല്ലാം കൊണ്ട് അങ്ങനെ ഒരു വളരെ വല്ലാത്തൊരു പ്രതിസന്ധിയിലാണ് ലോകം എത്തിയിട്ടുള്ളത്. പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പൊതുവേ നമുക്ക് ഇന്ത്യയിലാണെന്ന് തോന്നുന്നു അദ്ദേഹത്തെപ്പറ്റി കൂടുതൽ ആശ ഉള്ളത്. കാരണം അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് വിരോധമുള്ളതല്ല. ചൈനയുടെ കാര്യം, ട്രേഡിൻ്റെ കാര്യത്തിലൊക്കെ നമുക്ക് അദ്ദേഹവുമായിട്ട് സഹകരിക്കാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുന്നു. അതുകൊണ്ട് ഇന്ത്യയിൽ ആശ കൂടുതലും ആശങ്ക കുറവുമാണ് എന്നാണ് എൻ്റെ വീക്ഷണം. പക്ഷേ നമുക്കൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് നാളത്തെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സ് വരുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് അറിയാൻ സാധ്യമല്ല. അത് കാത്തിരിക്കുക മാത്രമേ നിവൃത്തിയുള്ളൂ.
തീർച്ചയായും ഈ ഇന്ത്യയിൽ ആശയുണ്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ തീവ്ര വലതുപക്ഷ ആശയത്തോട് കൂടെ നിൽക്കുന്ന ആളുകളുടെ ഒരു മുന്നണിയാകാൻ ഡൊണാൾഡ് ട്രംപ് അതിനോടൊപ്പം ഇലോൺ മസ്കൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തകൾ നമ്മൾ വരുന്നു. ഇപ്പോൾ ഇനാഗുറേഷൻ വരുന്ന ആളുകൾ തന്നെ നോക്കുകയാണെങ്കിൽ യൂറോപ്പിലെ ഇടതുപക്ഷം എന്ന് പറയാൻ പറ്റാവുന്ന അല്ലെങ്കിൽ വലതുപക്ഷത്തിനെതിരെ നിൽക്കുന്ന നേതാക്കളൊന്നും തന്നെ ഇന്നത്തെ ഇനാഗുറേഷനിലില്ല. മറിച്ച് വലതുപക്ഷ നേതാക്കളെ വളരെ ഗംഭീരമായി ആ ചടങ്ങിലേക്ക് ക്ഷണിക്കുകയും ചെയ്തിരിക്കുന്നു. മാത്രമല്ല ഇലോൺ മസ്ക് കുറേ ദിവസങ്ങളായി നമ്മൾ കാണുന്നത് ജർമ്മനിയിൽ AFD പോലെയുള്ള ഫാർ റൈറ്റ് പ്രസ്ഥാനങ്ങൾ അധികാരത്തിലേറണം എന്ന് പറയുന്നു. ഇറ്റലിയിൽ മെലോഡിയോട് കൂടെ നിൽക്കുന്നു. അതേപോലെ തന്നെ UK പോലും ഇടതുപക്ഷ സർക്കാർ മാറി അവിടെ ഫാർ റൈറ്റ് വിഭാഗം വരണം എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഒരു യൂറോപ്പിലും അമേരിക്കയിലും ലോകത്താകെയും ഒരു വലതുപക്ഷ ഏകീകരണം അത് ട്രംപ് ലക്ഷ്യം വെക്കുന്നുണ്ടോ എന്നാണ് നമുക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പെരുമാറ്റങ്ങളിൽ നിന്ന്. അതേസമയത്ത് തന്നെ അദ്ദേഹം ഇതുവരെ പറഞ്ഞതിൽ അങ്ങനെ ഒരു വലതുപക്ഷത്തിൻ്റെ ഏകീകരണം ഉണ്ടാകുമെന്ന് അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. അത് ഒരുപക്ഷെ ഇതിൽ അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ കൊണ്ട് അതായിരിക്കും സംഭവിക്കാവുന്നത്. പക്ഷേ അതേസമയം അങ്ങനെയൊരു പ്രഖ്യാപനമൊന്നും അദ്ദേഹം നടത്തിയിട്ടില്ല. അപ്പോൾ ഇടതുപക്ഷത്തിനെ മുഴുവനായിട്ട് ഇല്ലാതാക്കിയിട്ടല്ലല്ലോ, അത് ഇടതുപക്ഷ രാജ്യങ്ങളുമായിട്ടും അദ്ദേഹം സഹകരിക്കാൻ തയ്യാറാണെന്ന് നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് ഒരു ലോക ട്രെൻഡ് വലതുവശത്തേക്കാണ് നീങ്ങുന്നതെന്നെങ്കിൽ പോലും അദ്ദേഹം അതിൻ്റെ ഒരു ചാമ്പ്യനായിട്ട് മുന്നോട്ട് വരാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അമേരിക്ക ഫസ്റ്റ് എന്നുള്ളതാണല്ലോ അദ്ദേഹത്തിൻ്റെ ദൃഢനിശ്ചയം. അപ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിൽ അദ്ദേഹത്തിന് വലിയ താല്പര്യമില്ല എന്നാണ് അതിൽ നമുക്ക് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഏതെങ്കിലും രാജ്യം അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായി പെരുമാറുകയാണെങ്കിൽ അവരെ ടാരിഫ് കൊണ്ടോ അല്ലെങ്കിൽ ആളുകളെ മാറ്റിക്കൊണ്ടോ അവരുടെ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ അയച്ചുകൊണ്ടോ ഒക്കെ പ്രതികാരം ചെയ്തു എന്ന് വന്നേക്കാം. പക്ഷേ ഒരു വലതുപക്ഷ ലീഡർഷിപ്പാണ് അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നതെന്ന് വ്യക്തമായി പറയാൻ കഴിയുകയില്ല. അത് തെരഞ്ഞെടുപ്പുകളിലൂടെ പല രാജ്യങ്ങളും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം അതിനെ ഏകീകരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ നയത്തിൻ്റെ ഭാഗമായി ഇതുവരെ അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടില്ല. ശരി, അമേരിക്കയിൽ നിന്ന് വിൻസെന്റ് പാലത്തിങ്കൽ കൂടിച്ചേരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപ് അധികാരത്തിലേറുന്ന ഘട്ടത്തിൽ പറഞ്ഞിരുന്നു യുദ്ധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്ന്. കഴിഞ്ഞ ദിവസം ഗസ വെടിനിർത്തലുണ്ടാകുന്നു. പക്ഷേ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് താങ്കൾ തന്നെ അഭിപ്രായപ്പെടുന്ന നെതന്യാഹു പറയുന്നത് ഈ ബന്ദികളെ കിട്ടിക്കഴിഞ്ഞാൽ യുദ്ധം പുനരാരംഭിക്കാൻ ട്രംപിൽ നിന്ന് എനിക്ക് അനുമതിയുണ്ട്, ആ തരത്തിൽ യുദ്ധം വീണ്ടും തുടരും എന്നാണ്. താങ്കൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഗസ യുദ്ധം അടക്കമുള്ള കാര്യങ്ങൾ ട്രംപ് വരുന്നതോടുകൂടി പൂർണ്ണമായി അവസാനിക്കുമോ? ലോകത്ത് സമാധാനമുണ്ടാകുമോ? താങ്ക് യു. സോ നമ്മളിപ്പോൾ ട്രംപിനെ പറ്റി ചിന്തിക്കുമ്പോൾ അംബാസിഡർ പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ പോളിസീസ് വളരെ അമേരിക്ക സെൻട്രിക്, അമേരിക്ക ഫസ്റ്റ് പോളിസീസാണ്. ബാക്കിയുള്ള രാജ്യങ്ങളെ പറ്റി പുള്ളി പറയുമ്പോൾ അത് എത്ര സുഹൃത്ത് രാജ്യമായിരുന്നാലും, പുള്ളി വെസ്റ്റേൺ യൂറോപ്പിലുള്ള രാജ്യങ്ങളെ കുറിച്ചും നമ്മുടെ ഈ ഇസ്രായേലിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ എത്ര സുഹൃത്ത് രാജ്യങ്ങളായിരുന്നാലും അത് അമേരിക്കയുടെ ഇൻട്രസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൊരു താല്പര്യം വേറൊരു രാജ്യത്തിന് വേണ്ടിയും ചെയ്യാനായിട്ടുള്ളൊരു സമീപനമല്ല ട്രംപിന്റെ സമീപനം. അപ്പോൾ ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്, ഓരോ രാജ്യങ്ങളും അവരവരുടെ കാര്യങ്ങൾ നോക്കുന്നത് പോലെ അമേരിക്കയുടെ കാര്യങ്ങൾ നോക്കാൻ ആരുമില്ലായിരുന്നു, അത് ഇനി തുടങ്ങി, ഞാനുണ്ട് എന്നുള്ളതാണ് പുള്ളിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള മെസ്സേജ്. അപ്പൊ ഇപ്പൊ നെതന്യാഹുവിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എവ്രിതിങ് നെതന്യാഹു വിചാരിക്കുന്നത് പോലെ തന്നെ വേണമെന്ന് ശടിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അതിനകത്ത് ട്രംപിന് നോ പറയാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഒരു പ്രസിഡന്റാണ്. ഇപ്പോ ബൈഡന്റെ കേസിൽ ബൈഡൻ എല്ലാവരെയും പ്ലീസ് ചെയ്യുന്നു. നമ്മളിപ്പോ അമേരിക്കയുടെ കാര്യമല്ല നോക്കുന്നത്, ഞാൻ ലോകത്തിന്റെ മുഴുവൻ കാര്യമാണ് എനിക്ക് കൂടുതൽ പ്രധാനം എന്ന് പറയുന്ന ഒരു പോളിസി അതായിരുന്നു ബൈഡന്റെയും ഡെമോക്രാറ്റുകളുടെയും പോളിസി. അമേരിക്ക ഞങ്ങൾ ഓൾറെഡി സക്സസ്ഫുൾ ആണ്, വലിയ രാജ്യമാണ്, ഞങ്ങൾക്ക് ഇനി പ്രത്യേകിച്ചൊന്നും ആവശ്യമില്ല, ബാക്കിയുള്ളവരെ ടേക്ക് കെയർ ചെയ്യാനാണ് ഞങ്ങൾ നിൽക്കുന്നത് എന്നുള്ളൊരു അപ്രോച്ചിലാണ് ബൈഡനും കമലയും അല്ലെങ്കിൽ ഒരു ഡെമോക്രാറ്റ് രീതിയിൽ പോയിക്കൊണ്ടിരുന്നത്. ട്രംപ് പറയുന്നത് ഇവിടെ പ്രശ്നങ്ങളുണ്ട്, നമ്മുടെ രാജ്യത്തിന്റെ കാര്യം നോക്കുക. പക്ഷേ ഈ ബൈഡൻ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂവില് പുള്ളിക്ക് ഒരു സൈഡിനോടും ന്യായമായിട്ട് പെരുമാറാൻ പുള്ളിക്ക് സാധിച്ചില്ല. പുള്ളി നെതന്യാഹുവിനെ കൺട്രോൾ ചെയ്തു, പുള്ളിക്ക് ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പറയുന്നു, പക്ഷെ കൊടുക്കേണ്ട സമയമാകുമ്പോൾ കൊടുക്കുന്നു. വാർ കണ്ടിന്യൂ ചെയ്തു, അത് ഹമാസിന് വളരെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. ഇപ്പൊ അമേരിക്കയിൽ തന്നെയുള്ള മുസ്ലിം പോപ്പുലേഷന്റെ വളരെ ഗംഭീരമായിട്ടുള്ളൊരു സപ്പോർട്ടാണ് ട്രംപിന് ഇപ്രാവശ്യം കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പം മിഷിഗൺ പോലുള്ള സ്റ്റേറ്റുകളിലെല്ലാം ട്രംപ് ജയിച്ചത്. മുസ്ലിംസിന് വോട്ടിൽ കാര്യമായ സ്ഥാനമുള്ള മിഷിഗൺ പോലെയുള്ള സ്ഥലങ്ങളിൽ ട്രംപിന് ഭൂരിപക്ഷം കിട്ടിയതിന്റെ കാരണം അതാണ്. അപ്പം ട്രംപ് പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. എന്താണ് ട്രംപ് പറയുന്നത്? ട്രംപ് പറയുന്ന പോലെ ചെയ്യും. ബിക്കോസ് പറയാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളല്ല പുള്ളി ചെയ്യുന്നത്. ഞാൻ അമേരിക്കയുടെ പ്രസിഡന്റാണ്, എനിക്കിത് ചെയ്യാനുള്ള അവകാശമുണ്ട്, ഞാൻ അമേരിക്കയ്ക്ക് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്ന് പറയുന്നത് വളരെ ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്.
ഈ നമ്മൾ എല്ലാവരുടെയും കാര്യം ടേക്ക് കെയർ ചെയ്യുന്നു എന്ന് പറയുന്ന ആൾക്കാർ പറയുന്നതാണ് നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത കാര്യം. അംബാസഡർ പറഞ്ഞ പോലെ തന്നെ ട്രംപിന്റെ പോളിസീസ് അത് നെതന്യാഹുവിനെയും കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. അതായത് ന്യായമായിട്ടുള്ളതല്ലാത്തൊരു കാര്യം നെതന്യാഹു പറഞ്ഞാലും അതുകൊണ്ട് നോ പറയാൻ കപ്പാസിറ്റിയുള്ള ഒരു പ്രസിഡന്റാണ് പ്രസിഡന്റ് ട്രംപ്. അപ്പൊ അതുകൊണ്ട് ന്യായമായിട്ടും കൂടുതൽ സമാധാനപരമായ രീതികളിലേക്ക് ആയിരിക്കും മിഡിൽ ഈസ്റ്റിൽ പോകുന്നത്. ഇപ്പം നാളെ യുദ്ധം അവസാനിക്കുമോ, ഇതെല്ലാം തീരുമോ, നാളെ 2 country സൊല്യൂഷൻ ഉണ്ടാകുമോ, ഇതല്ല ഞാൻ പറയുന്നത്. പക്ഷെ നാച്ചുറലി കൂടുതൽ കില്ലിംഗ് ഉണ്ടാവാത്ത രീതിയിൽ, കൂടുതൽ മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകുന്നതിന് ട്രംപിന്റെ കയ്യിലുള്ള എല്ലാ ആയുധങ്ങളും, അതായത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ടാരിഫ് ആണെങ്കിലും ആയുധങ്ങൾ വഴിയുള്ള സപ്പോർട്ടാണെങ്കിലും ഇസ്രായേലിന് നൽകുന്ന അങ്ങനത്തെ ആ രീതിയിലുള്ള സപ്പോർട്ടാണെങ്കിലും മോറൽ സപ്പോർട്ടാണെങ്കിലും അതെല്ലാം ഉപയോഗിച്ച് ആൾക്കാർക്ക്, സാധാരണ ജനങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാവാത്ത രീതിയിൽ ലോകത്തിന്റെ ഗതി മുന്നോട്ട് നയിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണ് ട്രംപ്. അത് നെതന്യാഹുവിലൂടെയും ആ സമീപനം തന്നെ ആയിരിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ ടി.പി. ശ്രീനിവാസൻ, ഈ ഗസ യുദ്ധത്തിൽ നമ്മൾ കാണുന്നത് കഴിഞ്ഞ പ്രസ്താവനകളെല്ലാം എടുത്തു നോക്കിയാലും ഹമാസ് എത്രയും പെട്ടെന്ന് ബന്ദികളെ വിട്ടുകൊടുക്കണം, അല്ല എങ്കിൽ നരകം പൊട്ടിത്തെറിക്കും, പ്രതിസന്ധികൾ ഉണ്ടാകും എന്ന് പറയുന്നു. അതല്ലാതെ ഗസയിലെ ജനങ്ങളെ കുറിച്ചുള്ള ആശങ്കകൾ ട്രംപിന്റെ വാക്കുകളിലൊന്നും വരുന്നില്ല. നേരത്തെയും നമ്മളിത് കണ്ടതാണ്. ഗസയിൽ അല്ലെങ്കിൽ ഫലസ്തീനിൽ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഡൊണാൾഡ് ട്രംപ് നേരത്തെ 1ാം ടേമിൽ പ്രഖ്യാപിച്ച സമാധാന പദ്ധതി എന്ന് പറയുന്നത്, അതിലേക്ക് ഫലസ്തീൻ പ്രതിനിധികളായി ഹമാസിനെയോ അല്ലെങ്കിൽ ഫലസ്തീൻ്റെ പ്രതിനിധികളെ ആരും ക്ഷണിക്കാതെയായിരുന്നു ആ തരത്തിലുള്ളൊരു സമാധാന കരാർ പ്രഖ്യാപിക്കുന്നത്. ഇസ്രായേലിലെ പ്രതിപക്ഷത്തെ പോലും അവിടേക്ക് ക്ഷണിച്ചിരുന്നു. ഒരുപക്ഷെ യുദ്ധങ്ങൾ ഉണ്ടാക്കുന്നില്ല എന്ന് പറയുന്നെങ്കിലും ട്രംപിൻ്റെ എബ്രഹാം അക്കോർഡാണ് ഇപ്പോഴത്തെ ഈ ഒക്ടോബർ 7 വരെ കാരണമായത് എന്ന നിരീക്ഷണങ്ങളുമുണ്ട്. അപ്പോൾ ഈ ഒരു തരത്തിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇനി പശ്ചിമേഷ്യയിൽ ഫലസ്തീനിലൊക്കെ സമാധാനം ഉണ്ടാകും എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? ഇപ്പോൾ അബ്രഹാമിക് അക്കോർഡിന്റെ കാര്യം പറഞ്ഞാൽ, ഈ അബ്രഹാം അക്കോർഡ് ആണ് കാരണം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എന്താണ് അബ്രഹാമിക് അക്കോർഡ് ട്രൈ ചെയ്തത്, എന്ത് നടപ്പാക്കാനാണ്, എന്ത് സംഭവിക്കാനാണ് ട്രംപിന്റെ അബ്രഹാമിക് അക്കോർഡ് ട്രൈ ചെയ്തത്? നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന സമാധാനം ഉണ്ടാവുക, ഈ ഇസ്രായേലിന് ബാക്കിയുള്ള രാജ്യങ്ങളുടെ കൂടെ സമാധാനപരമായിട്ട് ജീവിക്കുക. ഇപ്പൊ ഇസ്രായേലിനെ അനിഹിലേറ്റ് ചെയ്യുക, ഇസ്രായേലിനെ ഇല്ലാതാക്കുക എന്ന ഫിലോസഫിയായിട്ട് ഹമാസോ പാലസ്തീനോ ഏത് രാജ്യങ്ങളോ മുന്നിട്ട് നിന്നാലും അതിനൊരിക്കലും ട്രംപിന്റെ സപ്പോർട്ട് ഉണ്ടാവില്ല. ട്രംപിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് എക്സിസ്റ്റ് ചെയ്യാനുള്ള ഫ്രീഡം, ആ രാജ്യം നിലനിൽക്കുന്ന ഇപ്പോൾ ഉള്ള ആ ഒരു നടപടിക്രമം മുമ്പോട്ട് പോകുന്ന രീതിയിൽ മാത്രമേ ട്രംപിന്റെ സപ്പോർട്ട് പ്രതീക്ഷിച്ചിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ അബ്രഹാമിക് റെക്കോർഡിൽ അതിനകത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സമാധാനം ഉണ്ടാവുക, ഇസ്രായേലും ബാക്കിയുള്ള മുസ്ലിം രാജ്യങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാണ്ടാവുക, അതാണ് അബ്രഹാമിക് റെക്കോർഡിന്റെ ലക്ഷ്യം. ആ സമാധാനം ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അബ്രഹാമിക് റെക്കോർഡിനെതിരായിട്ട് ഇസ്രായേലിനെതിരെ ഹമാസ് വാർ തുടങ്ങിയത്. ബിക്കോസ് സമാധാനം ഉണ്ടാകാനുള്ള സാഹചര്യം കൂടി നമ്മുടെ കൂടെയുണ്ട്. പി ജെ വിൻസെന്റ്, ഇപ്പോൾ ഈ ഗസയിലുള്ള സമാധാന നീക്കങ്ങളുടെ വരെ ക്രെഡിറ്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ വാഷിംഗ്ടണിൽ നടന്ന റാലിയിൽ വരെ പ്രഖ്യാപിക്കുന്നു, താൻ അല്ലായിരുന്നുവെങ്കിൽ ഈ സമാധാനം ഉണ്ടാകില്ലായിരുന്നു എന്ന്. ഇപ്പോൾ നെതന്യാഹു പറയുന്നത് തനിക്ക് വീണ്ടും ആക്രമണം നടത്താനുള്ള അനുമതി തരുന്നത് ഒരുപക്ഷെ ഹോസ്റ്റേജസിന് കിട്ടിക്കഴിഞ്ഞാൽ വീണ്ടും ആക്രമണം നടത്തും, അതിന് ട്രംപ് അനുമതി നൽകുന്നു എന്നാണ് പറയുന്നത്. ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ട്രംപിൻ്റെ എല്ലാ വാക്കുകളും നമ്മൾ കാണുന്നത് ഹമാസിനോടുള്ള കൽപ്പനയാണ്, മറിച്ച് നെതന്യാഹുവിനോട് ഈ യുദ്ധം അവസാനിപ്പിക്കണം അല്ലെങ്കിൽ ഗസയിലുള്ള സാധാരണക്കാരെ കാണണം എന്നൊരു നിലപാട് നമ്മൾ കാണുന്നില്ല. അപ്പോൾ ഇങ്ങനെയാണ് എങ്കിൽ ഈ ട്രംപിൻ്റെ 2ാം വരവിൽ ഗസയിൽ സമാധാനമുണ്ടാകും, പശ്ചിമേഷ്യയിൽ കൂടുതൽ സമാധാനപരമായിരിക്കും ബൈഡൻ സർക്കാരിനേക്കാൾ എന്ന് നമുക്ക് വിചാരിക്കാൻ സാധിക്കുമോ? ട്രംപിന്റെ നയസമീപനങ്ങൾ നിലവിൽ അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത് പ്രത്യാശാ നിർഭരമായിട്ടുള്ള ഒരു നിലപാടാണ്. കാരണം നെതന്യാഹുവിന്റെ രാഷ്ട്രീയ നിലപാടുകളെ അദ്ദേഹം തള്ളിക്കളഞ്ഞു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള വെടിനിർത്തൽ കരാറിൽ ഒന്നും പുതിയതായിട്ടില്ല. 2023 മെയ്യിൽ അമേരിക്ക മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാറിൽ ഉൾപ്പെട്ടിട്ടുള്ള അതേ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോഴത്തെ വെടിനിർത്തൽ കരാറിന്റെ ഭാഗമായിട്ടും വന്നിട്ടുള്ളത്. അപ്പോൾ എന്തുകൊണ്ട് 2023 മെയ്യിൽ വെടിനിർത്തൽ സാധ്യമായില്ല എന്ന് ചോദിച്ചാൽ, അധികാരത്തിൽ തുടരാനുള്ള ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സ്വാർത്ഥ താല്പര്യം എന്നതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. കാരണം അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്ന തീവ്ര സയനിസ്റ്റ് കക്ഷികൾ, അതിൽ യുണൈറ്റഡ് തോറ പാർട്ടി, റിലീജിയസ് സയനിസ്റ്റ് പാർട്ടി അടക്കമുള്ള അതിതീവ്ര സയനിസ്റ്റ്, ഓർത്തഡോക്സ്, ഫാർ റൈറ്റ് പാർട്ടികളുടെ പിന്തുണ ഉറപ്പിച്ചുകൊണ്ട് അധികാരത്തിൽ തുടരാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമമായിരുന്നു 2023 മെയ്യിലെ വെടിനിർത്തൽ കരാറ് അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിട്ടും സാധിക്കാതെ പോയത്.
അപ്പോൾ ഇങ്ങനെ അധികാരത്തിൽ തുടരാനുള്ള നെതന്യാഹുവിന്റെ ഇത്തരം പരിശ്രമങ്ങൾ അവസാനിപ്പിക്കൂ എന്ന് ശക്തമായി പറയാൻ ട്രംപിന് സാധിച്ചു. അത് നെതന്യാഹുവിനെ തന്നെ അദ്ദേഹം വിമർശിക്കാൻ തയ്യാറായി. അത്തരം ഘടകങ്ങൾ ഇപ്പോൾ വെടിനിർത്തൽ യാഥാർത്ഥ്യമാക്കിയതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് പ്രശ്നപരിഹാരത്തിലേക്ക് നയിക്കും എന്നൊന്നും നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല. കാരണം വെസ്റ്റ് ബാങ്കും ഗസയും കിഴക്കൻ ജെറുസലേമും ചേർന്ന് ഒരു സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രമുണ്ടാക്കുക എന്നതാണ് പൊതുവിൽ ലോകം അംഗീകരിച്ച കൺസെൻസസ്. അതിൽ മഹാഭൂരിപക്ഷം അറബികൾ അധിവസിക്കുന്ന പ്രദേശമാണ് കിഴക്കൻ ജെറുസലേം. പക്ഷേ ഈ ജെറുസലേമിന്റെ പാർട്ടീഷൻ, കിഴക്കൻ ജെറുസലേം ഫലസ്തീനികൾക്ക് വിട്ടുകൊടുക്കില്ല എന്ന കാര്യത്തിൽ ശക്തമായ നിലപാടാണ് എല്ലാ സയനിസ്റ്റ് പാർട്ടികളും ഇതപര്യന്തം സ്വീകരിച്ചിട്ടുള്ളത്. അതിനോട് ആദ്യമായി ഐക്യപ്പെട്ട പ്രസിഡന്റും ഡൊണാൾഡ് ട്രംപാണ്. 2017 അദ്ദേഹം ജെറുസലേം ഈസ് ദ എറ്റേണൽ ക്യാപിറ്റൽ ഓഫ് ഇസ്രായേൽ എന്ന് പ്രഖ്യാപിച്ചു. അതുകൊണ്ട് അമേരിക്കൻ എംബസി ടെല്ലവീവിൽ നിന്നോട്ട് മാറ്റുകയൊക്കെ ചെയ്തു. അപ്പൊ അതുകൊണ്ട് അപ്പുറമുള്ള കാര്യങ്ങൾ കൂടി നമ്മുടെ ചർച്ചയുടെ ഭാഗമാകണം എന്നാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ശ്രീ TP ശ്രീനിവാസൻ, ഇന്ന് ഇനാഗുറേഷന് ശേഷം നിരവധി എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഒപ്പിടുമ്പോൾ ഇന്ത്യക്ക് ഞെട്ടാവുന്ന അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ഏതെങ്കിലും തരത്തിൽ ഭീഷണിയാകുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും അല്ലെങ്കിൽ ഏതെങ്കിലും ഉത്തരവ് അതിലുണ്ടാകും എന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പോൾ ഇന്നത്തെ ആദ്യമായിട്ടുണ്ടാകുന്ന തീരുമാനങ്ങൾ അല്ലെങ്കിൽ അനൗൺസ്മെൻറ്റ്സ് എല്ലാം അമേരിക്കയെ ബാധിക്കുന്ന കാര്യങ്ങളായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. വിദേശകാര്യത്തിലേക്ക് അദ്ദേഹം ഇപ്പോൾ പോകാൻ സാധ്യതയില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അതിൽ നമ്മളെ ബാധിക്കാവുന്നത് ഈ ഇല്ലീഗൽ ഇമിഗ്രൻസിൻ്റെ കേസാണ്. കാരണം ഇന്ത്യക്കാർ എല്ലാം ഒന്നും ഇല്ലീഗൽ ഇമിഗ്രൻസ് അല്ല, ധാരാളം ആളുകൾ അവിടെ ലീഗലായിട്ട് പോയിട്ടുള്ളവരാണ്. പക്ഷേ എന്നാലും അവരെയൊക്കെ തെരഞ്ഞു പിടിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു നല്ല ഭാഗം ഇന്ത്യക്കാരാകാൻ സാധ്യതയുണ്ട്. ആർക്കും ഫിഗർ ഇല്ലെങ്കിൽ പോലും. അപ്പോൾ ഡിപ്പോർട്ടേഷൻ അദ്ദേഹം കൈകാര്യം ചെയ്യുകയാണെങ്കിൽ ഇന്ത്യക്കും ആ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം കുറേ പേരെങ്കിലും പുറത്തു പോകേണ്ടി വരും, അവരെ ഇന്ത്യയിലേക്ക് അയച്ചു എന്ന് വരും. അതൊരു പ്രശ്നമായി നമുക്ക് കാണാവുന്നതേ ഉള്ളൂ. പക്ഷെ അതിലും കൂടുതൽ പ്രശ്നമായി വരുന്നത് H1B വിസയുടെ കാര്യത്തിലാണ്. H1B വിസ അദ്ദേഹവും മസ്കും രണ്ടുപേരും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഐഡിയയാണ്. കാരണം അവർ രണ്ടുപേരും വിചാരിക്കുന്നത് നല്ല ടെക്നിക്കലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇന്ത്യക്കാർ അല്ലെങ്കിൽ മറ്റു രാജ്യക്കാർ H1 വിസയിൽ വന്നെങ്കിൽ മാത്രമേ അവരുടെ ജോലി നടക്കുകയുള്ളൂ എന്നൊരു വിശ്വാസം അവർക്കുണ്ട്. പക്ഷേ അപ്രതീക്ഷിതമായി കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ഒരു വലിയ യുദ്ധം നടക്കുകയാണ്. റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ വളരെ പ്രശസ്തരായ പല സെനറ്റേഴ്സും കോൺഗ്രസ്മെനുമൊക്കെ ഈ H1B വിസ നിർത്തലാക്കണമെന്ന് ആവശ്യപ്പെടുന്നു. അതിനോടൊപ്പം തന്നെ പഠനം കഴിഞ്ഞ കുട്ടികൾക്ക് 1-2 വർഷം അവിടെ കൂടുതൽ സ്കിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാനുള്ള ഒരു പരിപാടി കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതിനെതിരായും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ പ്രശ്നങ്ങളുണ്ട്. ഇതെങ്ങനെയാണ് അദ്ദേഹം പരിഹരിക്കാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. രണ്ടുപേരും മസ്കും ട്രംപും രണ്ടുപേരും ഒരുപോലെ തന്നെ ഈ H1B വിസയുടെ കാര്യത്തിലും കുട്ടികൾ കൂടുതൽ താമസിക്കുന്ന കാര്യത്തിലും താല്പര്യമുള്ളവരാണ്. പക്ഷേ വളരെ ശക്തമായ എതിർപ്പ് റിപ്പബ്ലിക്കൻ പാർട്ടിയിലുള്ളത് കൊണ്ട് ഏത് തരത്തിലുള്ള നയമായിരിക്കും അദ്ദേഹം നാളെ പ്രഖ്യാപിക്കുക അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് പ്രഖ്യാപിക്കുക എന്ന് നമുക്കറിയില്ല. പക്ഷേ അത് മാത്രമേ എനിക്ക് തോന്നുന്നുള്ളൂ ഈ ആദ്യത്തെ എക്സിക്യൂട്ടീവ് ഓർഡേഴ്സിൽ ഇന്ത്യയെ ബാധിക്കുന്ന ഒരു കാര്യം. പക്ഷേ അത് എന്തെങ്കിലുമൊക്കെ അനൗൺസ്മെൻ്റ് ഉണ്ടായാൽ പോലും അത് വീണ്ടും പരിഹരിക്കേണ്ട ആവശ്യമായിട്ട് വരും. പെട്ടെന്ന് ആയിരക്കണക്കിന് ആളുകളെ പുറത്താക്കാനോ അല്ലെങ്കിൽ H1B വിസയിലുള്ളവരെ ജോലിയിൽ നിന്ന് മാറ്റാനൊക്കെ ശ്രമിച്ചാൽ വലിയ ഡിസ്റപ്ഷൻ ഉണ്ടാവുമല്ലോ ശ്രീ വിൻസെന്റ്, അമേരിക്കയിൽ നിന്ന് നോക്കിക്കാണുമ്പോൾ എങ്ങനെയാണ് ഈ ട്രംപിന്റെ ഇനാഗുറേഷൻ വരുമ്പോൾ എങ്ങനെയാണ് അവിടെയുള്ള ആളുകൾ കാണുന്നത്? പ്രത്യേകിച്ചും പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ വരുമ്പോൾ വലിയൊരു വിഭാഗത്തിന്, ഒരു പകുതി ശതമാനം ആളുകൾക്കെങ്കിലും വലിയ ആശങ്കയും അതേപോലെ തന്നെ ഭീതിയും തീർച്ചയായും ഇല്ലേ? പ്രത്യേകിച്ചും കുടിയേറ്റ വിഷയത്തിൽ, അതേപോലെ തന്നെ സ്ത്രീകളുടെ കാര്യങ്ങൾ, ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ കാര്യങ്ങൾ, ഇക്കാര്യത്തിലെല്ലാം പുതിയ ലോകത്തിനനുസരിച്ചാണ് ട്രംപ് പെരുമാറുന്നത് എന്ന് അമേരിക്കക്കാരിൽ ഒരു വലിയ ശതമാനം ആളുകൾ ട്രംപിനെ അവിശ്വസിക്കുന്നില്ലേ? അമേരിക്കയിൽ ഡെഫിനറ്റ് ആയിട്ടും കമലയെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന, ഡെമോക്രാറ്റ് പാർട്ടിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരുണ്ട്. അതിൽ ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള ഒരു 30% അമേരിക്ക, 25-30% വരെ അമേരിക്കൻസ് ആണ് ഈ എല്ലാ ക്രേസി ഐഡിയാസും, ബൈഡന്റെയും കമലയുടെയും എല്ലാ ക്രേസി ഐഡിയാസിനോടും ഓക്കെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു 25-30% ആൾക്കാരുണ്ട്.
അവർ ഡെഫിനറ്റ് ആയിട്ടും വളരെ വറീഡാണ് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അമേരിക്കയിലെ വാസ്റ്റ് മെജോറിറ്റി ഓഫ് ദ പീപ്പിൾ ദാറ്റ് വി ആർ ടോക്കിംഗ് അബൌട്ട് 75% പീപ്പിൾ ദേ ആർ വിത്ത് ട്രംപ്. അതുകൊണ്ടാണ് ട്രംപ് ജയിച്ചത്. അതിന്റെ കാരണം ഈ ബാക്കിയുള്ളവർ പറയുന്ന കാര്യങ്ങൾ, ഇപ്പൊ നമ്മൾ ട്രാൻസ്ജെൻഡറിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും ഇല്ലീഗൽസിന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും H1ന്റെ കാര്യം പറയുമ്പോഴാണെങ്കിലും എല്ലായിടത്തും ഒരു കോമൺ സെൻസിക്കൽ ആയിട്ടുള്ള അപ്രോച്ചാണ് ട്രംപിനുള്ളത്. കോമൺ സെൻസ് ഇല്ലാത്ത അപ്രോച്ചാണ് ബാക്കിയുള്ളവർക്കുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ ട്രാൻസ്ജെൻഡർ കെയർ എന്ന് പറഞ്ഞ് നമ്മൾ മിലിറ്ററിയുടെ ഓപ്പറേഷനും എല്ലാ യൂണിവേഴ്സിറ്റികളുടെ ഓപ്പറേഷനും ഇവിടുത്തെ എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഒരു ട്രാൻസ്ജെൻഡർ അജണ്ടയോട് പുറകെ പോയി കഴിഞ്ഞാൽ അമേരിക്ക വീക്കാവും. വേറെ രാജ്യങ്ങളൊന്നും ട്രാൻസ്ജെൻഡറിനെ കൊണ്ടുവന്ന് മിലിറ്ററിയിൽ കേട്ടുന്നില്ലല്ലോ. അപ്പം വളരെ ഫോഴ്സ്ഫുൾ ആയിട്ടുള്ള ഒരു അമേരിക്കൻ മിലിറ്ററിയിൽ ഒത്തിരി വോക്ക് ഐഡിയോളജി വരുമ്പം അമേരിക്കൻ മിലിറ്ററി വീക്ക് ആവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ലോസ് ഏഞ്ചലസിലെ ഫയർ സിറ്റുവേഷൻ എടുക്കുക. അവിടെ ആ ലോസ് ഏഞ്ചലസിലെ ഫയർ ചീഫായിട്ട് എടുത്തിരിക്കുന്ന അവരിപ്പോൾ ഇരിക്കുന്ന ലേഡീനെ അവർ പിക്ക് ചെയ്തത് അവർ ലേഡി ആയതുകൊണ്ടും ലെസ്ബിയൻ ആയതുകൊണ്ടും മാത്രമാണ്. അപ്പോൾ വെൻ ഇറ്റ് കംസ് ടു ഇൻഎഫിഷ്യൻസി അത് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഏറ്റവും ക്വാളിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് ഓരോ പൊസിഷൻസിനും വേണ്ടത്. അപ്പോൾ അതിന് പകരം ഇങ്ങനെയുള്ള ഓരോ ക്വാളിഫിക്കേഷൻസ്, റിസർവേഷൻസ്, ഇങ്ങനെയുള്ളൊരു സിറ്റുവേഷനാണ് ട്രംപ് മാറ്റാൻ ആഗ്രഹിക്കുന്നത്. ഇത് ആരെയും ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടല്ല, അമേരിക്കയുടെ ആ ഒരു ഏറ്റവും നല്ല സിസ്റ്റംസ്, ഫയറിലാണെങ്കിലും അക്കാഡമിക് ആണെങ്കിലും ഇൻഡസ്ട്രിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അമേരിക്കയുടെ കാര്യങ്ങൾ ഏറ്റവും നല്ല മെറിറ്റോക്രാറ്റിക് ആയിട്ട് ഏറ്റവും കഴിവുള്ള ആൾക്കാരെ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസമാണ് എൻ്റെ പുറകിലുള്ളത്. അപ്പൊ അതിനെപ്പറ്റി ആരും വിഷമിക്കേണ്ട ആവശ്യമില്ല. H1ന്റെ കാര്യം പറയുന്നു. ഞാനൊരു H1 എംപ്ലോയർ ആയിരുന്നു, 100 കണക്കിന് H1 ചെയ്തിട്ടുള്ള ആളാണ് IT ഫീൽഡിൽ. അത് എന്തോരം ഫ്ലോഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണെന്ന് എനിക്കറിയാം. അതായത് ഒത്തിരി പ്രശ്നങ്ങളുള്ള, വളരെ ഫ്രോഡ് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉള്ള ഒരു സിസ്റ്റമാണത്. അപ്പൊ ആ സിസ്റ്റത്തെ നന്നാക്കേണ്ടത് അമേരിക്കയുടെ ഒരു ആവശ്യമാണ്. ഇവിടെ ടെക്നോളജിയുടെ വർക്കേഴ്സിനെ ആവശ്യമില്ല എന്ന് ആരും പറയുന്നില്ല. നമുക്ക് എന്തായാലും ടെക്നോളജി ടാലന്റിന്റെ കുറവുണ്ട് അമേരിക്കയ്ക്ക്. അപ്പൊ അത് വന്നേ തീരുള്ളൂ. എവിടെ നിന്നാണെങ്കിലും, ഇന്ത്യയിൽ നിന്നാണെങ്കിലും ചൈനയിൽ നിന്നാണെങ്കിലും എവിടെ നിന്നാണെങ്കിലും അത് വന്നേ തീരുള്ളൂ. ബട്ട് അറ്റ് ദ സെയിം ടൈം വളരെ മോശമായിട്ടുള്ളൊരു സിസ്റ്റമാണ് ഇപ്പോൾ ഉള്ളതെങ്കിൽ അതിന് നന്നാക്കാൻ ശ്രമിക്കുന്നതിൽ എന്താണ് തകരാറുള്ളത്? ഇപ്പൊ ഇല്ലീഗൽ ഏലിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഇല്ലീഗൽ ഏലിയൻസ് ഉണ്ടെങ്കിൽ ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ചെയ്തവരാണ്, അതിനുള്ള പണിഷ്മെന്റ് അവർക്ക് ഉണ്ടാവണം. അതിന് പണിഷ്മെന്റ് എന്ന് വെച്ചാൽ തിരിച്ചു വിടുക എന്നുള്ളതാണ്. അപ്പൊ വിൻസെന്റിലേക്ക് ഒന്ന് പോകുന്നു. ശ്രീ PJ വിൻസെന്റ്, അമേരിക്ക ഇപ്പോൾ ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിൽ വരുമ്പോൾ അത് ഒരു വലതുപക്ഷത്തിന്റെ ഏകീകരണം നടക്കുന്നു എന്ന വലിയൊരു വിമർശനം ഉണ്ടാകുന്നു. മറുഭാഗത്ത് പരിസ്ഥിതി പോലെയുള്ള വിഷയങ്ങൾ, ഇപ്പോൾ തന്നെ പരിസ്ഥിതിയുടെ കാലാവസ്ഥാ വ്യതിയാനം എന്ന് പറയുന്നത് അതെനിക്ക് അത്ര ഉറപ്പില്ല, അല്ലെങ്കിൽ ഞാനതിൽ സംശയാലുവാണ് എന്ന് പറയുന്ന ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അധികാരത്തിലേറുമ്പോൾ അതിശൈത്യം കാരണം ഇൻഡോറായി പരിപാടി പോവുകയാണ്. അതേപോലെ പലതരത്തിൽ ഉള്ള കാര്യങ്ങൾ, ഇപ്പോൾ വാക്സിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങൾ, ആരോഗ്യരംഗത്തുള്ള കാര്യങ്ങൾ, ഇതിലെല്ലാം ഒരു പിന്തിരിപ്പനെന്ന് പൊതുവെ അഭിപ്രായപ്പെടുന്ന ആശയങ്ങളിലേക്ക് ട്രംപ് പോകുന്നു. ഇത് അമേരിക്ക ഈ തരത്തിൽ മാറുമ്പോൾ ലോകം ഏത് തരത്തിലാണ് ഇതിനെ സ്വീകരിക്കുക? അല്ല, ലോകത്തിന്റെ സ്വീകാര്യത ഒരുപക്ഷെ ട്രംപിന് ഒരു പ്രശ്നമാവില്ല. അദ്ദേഹം ആ രൂപത്തിൽ നിലപാടെടുക്കുന്നയാളാണ്. അമേരിക്കൻ രാഷ്ട്രീയത്തില് അദ്ദേഹത്തിന് പോപ്പുലർ വോട്ടിന്റെ പിന്തുണയും അതുപോലെ ഇലക്ട്രൽ വോട്ടിന്റെ പിന്തുണ, സെനറ്റിൽ ഭൂരിപക്ഷം, കോൺഗ്രസിൽ ഭൂരിപക്ഷം, ജഡ്ജിമാരുടെ പാനലിൽ ഭൂരിപക്ഷം, അങ്ങനെ എല്ലാ തരത്തിലും ഭൂരിപക്ഷം ഉള്ള ഒരു ഭരണാധികാരിയായിട്ടാണ് അദ്ദേഹം അവിടെ വരുന്നത്. എനിക്ക് തോന്നുന്നു ആഭ്യന്തര രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം DOGE ആണെന്നാണ്, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. വിവേക് രാമസ്വാമിയും അതുപോലെ എലോൺ മസ്കുമാണ് അതിനെ നയിക്കുന്നത്. അതായത് അമേരിക്കയിലെ ബ്യൂറോക്രസി, വളരെ ശക്തമായ ബ്യൂറോക്രസി, ആ ബ്യൂറോക്രസിയെ നിയന്ത്രിക്കുക, അതിനെ കുറച്ചു കൊണ്ടുവരിക. അതുപോലെ നിയമങ്ങൾ, എക്സസ് റെഗുലേഷൻസ് ധാരാളമുണ്ട്, അത് കുറച്ചു കൊണ്ടുവരിക. ചെലവ് കുറയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ടത് ഫെഡറൽ ഏജൻസികളെ നിയന്ത്രിക്കുക, അവിടുത്തെ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതായത് അമേരിക്കയിലെ എലക്ടഡ് പ്രസിഡന്റോ എക്സിക്യൂട്ടീവിന്റെയോ താല്പര്യങ്ങൾക്ക് അതീതമായി അമേരിക്കൻ നയങ്ങളെ ആഗോളാടിസ്ഥാനത്തിൽ നിയന്ത്രിക്കുന്നത് ഡീപ് സ്റ്റേറ്റ് ആണെന്നും അതിന് ഈ ബ്യൂറോക്രസിയും ഫെഡറൽ ഏജൻസികളും അതുപോലെ ബാരക് ഒബാമ, ബിൽ ക്ലിന്റൺ അടക്കമുള്ള ആളുകൾ അടങ്ങുന്ന ഒരു ഡീപ് സ്റ്റേറ്റ് ആണ് ഇതിനെ നിയന്ത്രിക്കുന്നത്, അതിനെ തകർക്കും. ഇതൊക്കെയാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന പ്രത്യേക വകുപ്പ് രൂപീകരിക്കാൻ പോലും കാരണം. ഇത് അമേരിക്കയിൽ 1929 മഹാമാന്ദ്യത്തിന് ശേഷം ഫ്രാങ്ക്ലിൻ ഡി റൂസ്വെൽറ്റ് നടപ്പാക്കിയ ന്യൂ ഡീലിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയ ഒരു വെൽഫെയർ സ്റ്റേറ്റിന്റെ ഘടനയുണ്ട്. അത് പൂർണ്ണമായി തകർത്ത് ഒരു പൂർണ്ണമായ മത്സരാധിഷ്ഠിതമായ ഒരു വലതുപക്ഷ ഘടന ആഭ്യന്തര രംഗത്ത് കൊണ്ടുവരാനാണ് അദ്ദേഹം പരിശ്രമിക്കുന്നത്. ഇത് അമേരിക്കയുടെ ആഭ്യന്തര രംഗത്ത് വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ അദ്ദേഹം മുന്നോട്ട് വെക്കുന്ന രീതിയിലാണ് ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി വർക്ക് ചെയ്യുന്നതെങ്കിൽ
അതോടൊപ്പം ആഭ്യന്തര രംഗത്തും അന്താരാഷ്ട്ര രംഗത്തും പൊതുവെ പുരോഗമനപരം എന്ന് നമ്മൾ കരുതുന്ന ഇപ്പം ട്രാൻസ്ജെൻഡറിന്റെ മനുഷ്യാവകാശ പ്രശ്നങ്ങൾ, അതുപോലെ സ്ത്രീ അവകാശങ്ങൾ, അബോർഷൻ അടക്കമുള്ള കാര്യങ്ങളിൽ സ്ത്രീക്ക് അവരുടെ ശരീരത്തിന് മേലെ അവകാശം വേണമെന്നുള്ള വാദം, സ്ത്രീ അവകാശങ്ങൾ, ട്രാൻസ്ജെൻഡറിന്റെ പ്രശ്നങ്ങൾ, പാരിസ്ഥിതിക പ്രശ്നങ്ങൾ, ഈ ഘടകങ്ങളിലെല്ലാം വളരെ പിന്തുണയ്പ്പിനും യാഥാസ്ഥികവുമായ നടപടികളാണ് അദ്ദേഹം സ്വീകരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു ആശയ പരിസരത്തെ നമുക്ക് നവയാഥാസ്ഥികത്വം എന്ന് പറയാം. ഇപ്പൊ AFD-നെയൊക്കെ പിന്തുണയ്ക്കുന്ന ആ ഒരു പശ്ചാത്തലത്തിൽ അതൊക്കെ നവയാഥാസ്ഥിക കക്ഷികളാണ്. ഈ പാരമ്പര്യ പരത മുന്നോട്ട് വെക്കുകയും അതേസമയം അത്യന്താധുനികമായ മത്സരത്തെ, കണ്ണിച്ചോരയില്ലാത്ത മത്സരത്തെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന നയത്തിന്റെ ഒരു കൂട്ടിച്ചേർക്കലാണ് ഇവിടെ ഉണ്ടാവുന്നത്. അപ്പോൾ സമാനമായ മനോഭാവം പുലർത്തുന്ന ഇറ്റലിയിലെ മെലോണി ആണെങ്കിലും ജർമ്മനിയിലെ AFD പാർട്ടിനെ ആണെങ്കിലും ലോകത്തിന്റെ മറ്റിതര ഭാഗങ്ങളിലുള്ള തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുന്ന പാർട്ടികളോടൊക്കെ ഐക്യപ്പെടുന്ന ഒരു സമീപനമാണ് എലോൺ മസ്കും ട്രംപും ഒക്കെ ഇതിനു മുമ്പും സ്വീകരിച്ചത്. അപ്പോൾ ആഭ്യന്തര രംഗത്ത് ഈ മാറ്റം വളരെ വലിയ ഒരു മാറ്റമാണ്. അമേരിക്കയുടെ ആഭ്യന്തര ഘടനയിൽ വലിയ മാറ്റമുണ്ടാകും. അതോടൊപ്പം അമേരിക്ക ഫസ്റ്റ്, ഇതിന്റെ ഒരു എക്സ്പ്രഷൻ അന്താരാഷ്ട്ര രംഗത്തുണ്ടാകുന്നത് വളരെ പ്രധാനമാണ്. പനാമ കരാറിനെ അമേരിക്ക തിരിച്ചെടുക്കും, ഗ്രീൻലാൻഡ് അമേരിക്കയോട് ചേർക്കും, കാനഡ അമേരിക്കയോട് ചേർക്കും. അങ്ങനെ ഒരു എക്സ്പാൻഷനിസ്റ്റ് ഘടകവും കൂടി ഇതിനകത്തുണ്ട്. ഇപ്പൊ ഗ്രീൻലാൻഡിന്റെ കാര്യത്തിൽ വളരെ പ്രധാനം, ഡച്ചുകാരുടെ നിയന്ത്രണത്തിലുള്ള 56,000 ആളുകൾ അധിവസിക്കുന്ന ഒരു സ്വയംഭരണ മേഖലയാണ് ഗ്രീൻലാൻഡ്. അപ്പോൾ ഈ ആർട്ടിക് മേഖലയിലെ മഞ്ഞുരുക്കത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ ആർട്ടിക് കടൽ മേഖലയിലും ബരൻ കടലിനെയൊക്കെ ചേർത്ത് രൂപപ്പെട്ട് വരുന്ന കപ്പൽ പാതയുടെ നിയന്ത്രണം കൈക്കലാക്കാൻ റഷ്യയും ചൈനയും ശ്രമിക്കുന്നു. അപ്പോൾ അതിനു മുമ്പ് ആ മേഖല, ആ കപ്പൽ പാതയുടെ നിയന്ത്രണം അമേരിക്കയുടെ കയ്യിൽ വരണം. ഈ ആവശ്യം ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ ഗ്രീൻലാൻഡ് പർച്ചേസ് ചെയ്യാനും അവിടെ അമേരിക്കയുടെ സ്വാധീനം ഉറപ്പിക്കുവാനുള്ള ശ്രമം നടത്തുന്നത്. ഇതെല്ലാം സമയപരിമിതി മൂലം നമുക്ക് ഇടപെടേണ്ടി വരുന്നു. ഏതായിരുന്നാലും നമുക്ക് കൺപാത്തിരിക്കാം. അടുത്ത ഇന്ത്യൻ സമയം 10:30 ആകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്നുള്ളത്. പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറിലൂടെ ട്രംപ് കരുതി വെക്കുന്നത് എന്തൊക്കെയാണ്? ചരിത്രത്തിൽ പുതിയ ഒരു അടയാളപ്പെടുത്തൽ എന്തായിരിക്കും ട്രംപിൻ്റെ രണ്ടാം വരവുണ്ടാവുക എന്നുള്ളത്, ലോകത്തെ ആകെ ഇതെങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരിക്കാം. വളരെയധികം നന്ദി ശ്രീ TP ശ്രീനിവാസൻ, ഡോക്ടർ PJ വിൻസെന്റ്, ഒപ്പം അമേരിക്കയിൽ നിന്ന് നമ്മോടൊപ്പം ചേർന്ന വിൻസെന്റ് പാലത്തിക്കൽ.